ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. രാജ്കോട്ട് എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാംഘട്ട വോട്ടെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള കപ്പലുകൾ തടയാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെയുടെ വിയോഗത്തിൽ അനുശോചനവുമായി ആസ്വാദക ലോകം. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് മുംബൈ ശിവാജി പാർക്കിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. കണ്ണൂർ ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥിയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തിന് രൂപം നൽകി. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ന് രാജ്കോട്ട് എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഡോക്ടർ BR അംബേദ്കറുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധിനഗറിൽ നടക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി പങ്കുചേരും. ബുധനാഴ്ച നാഗ്പൂർ എയിംസിന്റെ 2ാം ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഇന്ത്യൻ റവന്യൂ സർവീസ് 78ാം ബാച്ച് ഓഫീസർ ട്രെയിനികളുടെ പരിശീലന സമാപന ചടങ്ങിലും പങ്കെടുക്കും. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി രാജ്യസഭാ ലോക്സഭാ കക്ഷി നേതാക്കൾക്ക് വനിതാ സംവരണ ബിൽ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തയച്ചു. വനിതാ സംവരണ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകാൻ എല്ലാ അംഗങ്ങളും ഒരുമിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാംഘട്ട വോട്ടെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന്. ഈ മാസം 29-നാണ് വോട്ടെടുപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ അമിത് ഷാ, തൃണമൂൽ കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി തുടങ്ങിയവർ ഇന്ന് വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ, DMK മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ തുടങ്ങിയവർ ഇന്നലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. 21 മണിക്കൂർ നീണ്ട അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ച പരാജയം. ഹോർമൂസ് കടലിടുക്കിലേക്കുള്ള കപ്പലുകൾ തടയാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഇറാന് ടോൾ നൽകുന്ന കപ്പലുകളെ തടയുമെന്നും കടലിടുക്കിലെ ഇറാന്റെ മൈനുകൾ നീക്കം ചെയ്യുമെന്നും ട്രംപ് അറിയിച്ചു. ഇറാന്റെ ആണവ മോഹങ്ങളെയും ഭീഷണികളെയും തടയാൻ നീക്കം അനിവാര്യമാണെന്നും വൈകാതെ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ US നീക്കം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. യുദ്ധക്കപ്പലുകൾ കടലിടുക്കിലേക്ക് പ്രവേശിക്കുന്നത് അപകടകരമാണെന്നും സമാധാനപരമായ ചരക്ക് നീക്കത്തിനായി ജലപാത തുറന്നിടണമെന്നും ഇറാൻ വ്യക്തമാക്കി. ശാശ്വതമായ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ സന്തുലിതവും നീതിയുക്തവുമായ കരാറിലെത്താൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതായി ലെബനൻ അധികൃതർ അറിയിച്ചു. ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനനിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും ലെബനൻ പ്രധാനമന്ത്രി നവാഫ് സലീം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇറാൻ യുദ്ധം വലിയ തോതിൽ ആഗോള സാമ്പത്തിക ആഘാതത്തിന് കാരണമായിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റലിന ജോർജിയേവ. ഊർജ്ജ വിതരണം തടസ്സപ്പെട്ടത് ലോകമെമ്പാടും വിലക്കയറ്റത്തിന് കാരണമായിട്ടുണ്ട്. വെടിനിർത്തൽ പോലും ഉടനടി ആശ്വാസം നൽകില്ലെന്നും അടുത്ത വർഷം വരെ ഇതിന്റെ ആഘാതം നിലനിൽക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യയിലെ സംഘർഷ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും യോഗങ്ങൾക്ക് ഇന്ന് തുടക്കം. 191 രാജ്യങ്ങളിൽ നിന്നുള്ള ധനമന്ത്രിമാരും കേന്ദ്ര ബാങ്ക് ഗവർണർമാരും യോഗത്തിൽ പങ്കെടുക്കും. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം തെക്കൻ ലെബനൻ സന്ദർശിച്ചു. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതി ഗണ്യമായി മാറ്റിയിട്ടുണ്ടെന്നും നെതന്യാഹു അവകാശപ്പെട്ടു. വിദേശകാര്യമന്ത്രി S ജയശങ്കറിന്റെ 2 ദിവസത്തെ UAE സന്ദർശനം അവസാനിച്ചു. UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി വിദേശകാര്യമന്ത്രി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ UAEയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കിയതിന് നന്ദി അറിയിക്കുന്നതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഊർജ്ജ സഹകരണം ശക്തിപ്പെടുത്തുക, വ്യാപാരം വികസിപ്പിക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോവുക എന്നിവ ചർച്ചയിൽ ഉയർന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. രാജ്യത്തെ ഗാർഹിക LPG വിതരണം സാധാരണ നിലയിലെന്ന് കേന്ദ്ര സർക്കാർ. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.
ആകെ വാണിജ്യ LPG വകയിരുത്തൽ 70% ഉയർന്നിട്ടുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പിന്നണി ഗായിക ആശാ ഭോസ്ലെയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് മുംബൈ ശിവാജി പാർക്കിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. ആശാ ഭോസ്ലെയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചനം അറിയിച്ചു. ഇന്നലെ ഉച്ചയ്ക്ക് മുംബൈയിലാണ് ആശാ ഭോസ്ലെ അന്തരിച്ചത്. 92 വയസ്സായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കണ്ണൂർ ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകി. ജില്ലാ സൈബർ പോലീസിലെ വിദഗ്ധരും ഉൾപ്പെടെയുള്ള 7-അംഗ സംഘമാണ് അന്വേഷിക്കുന്നത്. കണ്ണൂർ ACP ഹരിപ്രസാദിനാണ് അന്വേഷണ ചുമതല. അതേസമയം നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉയർന്ന അന്തരീക്ഷ താപനില തുടരും. അതേസമയം ഒറ്റപ്പെട്ട നേരിയ തോതിലെ മഴ ലഭിക്കുമെന്നത് അല്പം ആശ്വാസം നൽകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി. പാലക്കാട്, കാസർഗോഡ്, കോഴിക്കോട്, കൊല്ലം ജില്ലകളായിരിക്കും ഇന്നും നാളെയും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക. ഇവിടങ്ങളിൽ 38 ഡിഗ്രി വരെ പകൽ താപനില ഉയരും. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും ഉയരും. എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ താപനില ഉയരാനാണ് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളിൽ നാളെയും ഒറ്റപ്പെട്ട മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഇന്നലെ മുംബൈയിൽ നടന്ന മത്സരത്തിൽ 18 റൺസിനാണ് മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെട്ടത്. RCB മുന്നോട്ട് വച്ച 241 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് 5 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകുന്നേരം 7:30 ഹൈദരാബാദിലാണ് മത്സരം. ചൈനയിലെ നിങ്ബോയിൽ നടക്കുന്ന ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിക്ക് വെള്ളി. ഫൈനലിൽ ചൈനയുടെ ഷി യുഖിയോട് ആയുഷ് പരാജയപ്പെട്ടു. ബാഡ്മിന്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പിന്റെ 61 വർഷത്തെ ചരിത്രത്തിൽ പുരുഷ സിംഗിൾസിൽ വെള്ളി മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആയുഷ്. ഇന്നലെ ഫ്രാൻസിൽ നടന്ന മോണ്ടെ കാർലോ മാസ്റ്റേഴ്സ് ടെന്നീസ് ഫൈനലിൽ കാർലോസ് അൽക്കാരസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി യാനിക് സിന്നർ കിരീടം ചൂടി. ഇതോടെ കഴിഞ്ഞ വർഷം നവംബറിന് ശേഷം സിന്നർ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് തിരിച്ചെത്തി. അമേരിക്കയിലെ സിയാറ്റിലിൽ സ്ഥാപിച്ച സ്വാമി വിവേകാനന്ദന്റെ പ്രതിമ സിയാറ്റിൽ മേയർ കാറ്റി വിൽസണും ഇന്ത്യൻ കോൺസൽ ജനറലും ചേർന്ന് അനാച്ഛാദനം ചെയ്തു. സിയാറ്റിലെ വെസ്റ്റ് ലേക്ക് സ്ക്വയർ പാർക്കിലാണ് സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചത്. ഹംഗറി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയും തീവ്ര വലതുപക്ഷ ഫിഡസ് നേതാവുമായ വിക്ടർ ഓർബന് പരാജയം. ഓർബന്റെ 16 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് പ്രതിപക്ഷ ടിസ പാർട്ടിയുടെ നേതാവ് പീറ്റർ മാഗ്യാർ അടുത്ത പ്രധാനമന്ത്രിയാകും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും അടുപ്പമുള്ള വിക്ടർ ഓർബന്റെ പരാജയം തീവ്ര വലതുപക്ഷ കക്ഷിക്ക് കനത്ത തിരിച്ചടിയായി. ത്രിപുര ഗോത്രമേഖലാ സ്വയംഭരണ ജില്ലാ കൌൺസിലിലെ 28 സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തിയായി. പ്രാഥമിക കണക്കുകൾ പ്രകാരം പോളിംഗ് 81%-ലധികമാണ്. എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവും സമാധാനപരവുമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് മഹാരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. രാജ്കോട്ട് എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഹോർമുസ് കടലിടുക്കിലേക്കുള്ള കപ്പലുകൾ തടയാൻ അമേരിക്കൻ നാവികസേനയ്ക്ക് നിർദ്ദേശം നൽകി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിഹാസ ഗായിക ആശാ ഭോസ്ലെയുടെ വിയോഗത്തിൽ അനുശോചനവുമായി ആസ്വാദക ലോകം. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് മുംബൈ ശിവാജി പാർക്കിൽ ഔദ്യോഗിക ബഹുമതികളോടെ. കണ്ണൂർ ദന്തൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥിയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തിന് രൂപം നൽകി. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.